Hi all, welcome to the another video of Learning. So ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മാത്സിൻ്റെ കീം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ടിൽ സിക്സ്ത് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. ഇഫ് z plus z bar equal to 6 and z minus z bar equal to 4i, then find the value of modulus of z squareൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ z പ്ലസ് ഇസഡ് ബാറിൻ്റെ വാല്യൂ നമുക്ക് തന്നേക്കുന്നത്. നമുക്കറിയാം ഇസഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇസഡ് ബാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ എക്സ് മൈനസ്, ഇതിനാണ് നമ്മൾ ഇസഡ് ബാർ എന്ന് പറയുന്നത്. ഇവിടെ നടുക്കുന്ന ഒരു സൈൻ റിവേഴ്സ് വരും, അതിനാണ് ഇസഡ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇസഡ് പ്ലസ് ഇസഡ് ബാറിൻ്റെ വാല്യൂ നമുക്ക് തന്നേക്കുന്നത്. ദാറ്റ് ഈസ് ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ, ഇസഡ് ബാർ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് സൈൻ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കുള്ള പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഇസഡ് ബാർ എത്രയാണ് തന്നേക്കുന്നത്, എക്സ് മൈനസ് ഐ വൈ എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ ഐ വൈയും ഇവിടെ ഒരു മൈനസ് ഐ വൈ അല്ലേ, അത് രണ്ടും കൂടി ക്യാൻസൽ ആയിപ്പോയി 2x എന്നായിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് ഇവിടെ 2x, ഇസഡ് പ്ലസ് ഇസഡ് ബാറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുവാണ്, 2x എന്ന് കൊടുക്കുവാണ്. അതിൻ്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്, 6 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ 2x = 6 ആണെങ്കിൽ x = 3 എന്ന് കിട്ടും. സിമിലർലി അടുത്തതും കൂടെ z മൈനസ് ഇസഡ് ബാർ, നെക്സ്റ്റ് മൈനസ് ആണ് സൈൻ. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്, എക്സ് പ്ലസ് ഐ വൈ ആണ് ഇസഡിൻ്റെ വാല്യൂ, മൈനസ് ഇസഡ് ബാറിൻ്റെ വാല്യൂ എത്രയാണ്, എക്സ് മൈനസ് ഐ വൈ ആണ്. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട, മൈനസ് ആയിരുന്നു പ്ലസ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടാത്തത്. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് പ്ലസ് ഐ വൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈ എക്സും എക്സും കൂടി ക്യാൻസൽ ആയിപ്പോവും. ഓക്കെ, സോ ബാക്കി എത്രയായിരിക്കും കിട്ടുക, ഐ വൈയും കൂടി 2iy എന്ന് കിട്ടും. സോ 2iy = 4i എന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഐയും ഐയും കൂടെ 2i വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐയും കൂടെ ഇപ്പോൾ പിന്നെ 4ഉം 2 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വൈൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി, 2 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂവും കിട്ടി, വൈൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഇസഡ് = എക്സ് പ്ലസ് ഐ വൈ ആ ഫോർമാറ്റിലാണ് എഴുതിയത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3 എന്ന് കിട്ടി, പ്ലസ് ഐ ഇൻറ്റു വൈൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി, 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, 3 + 2i അതാണ് ഇസഡിൻ്റെ വാല്യൂ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് മോഡുലസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മോഡുലസ് ഓഫ് സ്ക്വയർ ആണ്. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, √a² + b² ചെയ്യുന്നത്. ഇത് അതിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോഴത്തേന് ആ റൂട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ x² + y² ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3² + 2². ദാറ്റ് ഈസ് 3² = 9 + 2² = 4. സോ 9 + 4 13 എന്ന് കിട്ടും. ഓക്കെ, സോ 13 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if z = 2 minus i divided by alpha plus i where alpha is a real number, അങ്ങനെയാണെങ്കിൽ 4 into real number of z is equal to 3 into imaginary of z bar, then the value of, നമുക്കൊരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ നമ്മൾക്ക് എന്താണ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓക്കെ, ആൽഫേൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആൽഫ അത് മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നു. So find the value of alpha എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ തന്നേക്കുന്നത് ഇസഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താ തന്നേക്കുന്നത്, 2 minus i divided by alpha plus 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ പ്ലസ് 1 എന്നല്ലേ കിടക്കുന്നത്, അപ്പോൾ നമ്മളതിനെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എങ്ങനെയാവും, 2 minus i, z = 2 minus i divided by ആൽഫ പ്ലസ് 1 ആണ്. അതിനെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേളിലും താഴെയും ഒരേ നമ്പർ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ മൈനസ് 1 വെച്ചിട്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ
ഇവിടെ വാല്യൂ എങ്ങനെയാവും ഇവിടെ അതിന് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? ഇത് 2 - i ഇൻറ്റു ആൽഫ - 1 എന്ന് വരും, ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇവിടുത്തെ റിയൽ ടേം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിയൽ ഓഫ് ഇസഡ് ആണ്. നമുക്ക് തന്നേക്കുന്നതിൻ്റെ വാല്യൂവിൻ്റെ റിയൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇമേജിനറി ഇല്ലാതെ വരുന്ന റിയൽ പാർട്സ് ഇവിടുത്തെ ഏതാണ്? സോറി, അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എത്രയാണ്? ഇവിടെ ഇമേജിനറി പാർട്ട് നോക്കണ്ട, റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇമേജിനറി പാർട്ട് ഓഫ് ഇസഡും വേണം, റിയൽ പാർട്ട് ഓഫ് ഇസഡും വേണം. ഇമേജിനറി പാർട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയെന്നുണ്ടെങ്കിൽ 2 - i ഇൻറ്റു ആൽഫ - i ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന വാല്യൂ. ഓക്കെ, സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു ആൽഫ 2 ആൽഫ മൈനസ് 2i മൈനസ് ആൽഫ i, ഇത് രണ്ടും കൂടെ ആകുമ്പോൾ മൈനസ് i ഇൻറ്റു മൈനസ് i പ്ലസ് i സ്ക്വയർ ആവും. i സ്ക്വയറിൻ്റെ വാല്യൂ -1 ആവും. ദാറ്റ് ഈസ് ഇവിടെ i ഇല്ലാത്ത വാല്യൂസ് ഏതൊക്കെയാണ്? ഈ 2 ആൽഫ -1, അതാണ് ഇവിടെ റിയൽ പാർട്ടാക്കി 2 ആൽഫ -1 എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇമേജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ ആൽഫ പ്ലസ് 2 ആണ് വരുന്നത്. അത് കോമൺ എടുത്താൽ മതി. ഓക്കെ, സോ ആൽഫ പ്ലസ് 2 എന്ന് കിട്ടും. പിന്നെ ഡിനോമിനേറ്റർ ആൽഫ സ്ക്വയർ പ്ലസ് 1 രണ്ടിലും കോമൺ ആണ്. റിയൽ പാർട്ട്, ഇമേജിനറി പാർട്ട്. ഓക്കെ, നമുക്കിവിടെ തന്നേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 4 ഓഫ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 3 ഓഫ് ഇമേജിനറി പാർട്ട് ഓഫ് ഇസഡ് ബാർ. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇമേജിനറി പാർട്ട് ഓഫ് ഇസഡ് ബാർ, കഴിഞ്ഞ ക്വസ്റ്റ്യനല്ല കഴിഞ്ഞ പാർട്ടിൽ ഇമേജിനറി ഓഫ് ഇസഡ് ബാർ ആണ് വേണ്ടത്, ഇസഡിൻ്റെ അല്ല. ഇസഡിൻ്റെ ഇമേജിനറി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? മൈനസ് ആൽഫ -2 ആയിരുന്നു കിട്ടുന്നത്. ഓക്കെ, സോ ഇമേജിനറി ഓഫ് ഇസഡ് ബാറിൻ്റെ വാല്യൂ ഇത്. ഇനി ഇമേജിനറി ഓഫ് ഇസഡ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇമേജിനറി ഓഫ് ഇസഡ്, 1 സെക്കൻഡ്. ഇമേജിനറി ഓഫ് ഇസഡ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? മൈനസ് ആൽഫ -2 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമേജിനറി ഓഫ് ഇസഡ് ബാർ ആണ്. ഇമേജിനറി ഓഫ് ഇസഡ് ബാർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇമേജിനറി ഓഫ് ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഇമേജിനറി ഓഫ് ഇസഡ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അത് ഏതായാലും അതൊരു റിലേഷൻഷിപ്പാണ്. എന്താണ് റിലേഷൻ പറയുന്നത്? ഇമേജിനറി ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഇമേജിനറി ഓഫ് ഇസഡ് ബാർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ ഇമേജിനറി ഓഫ് ഇസഡ് ആണ് നമുക്ക് നെഗറ്റീവ് ആൽഫ -1 എന്ന് കിട്ടിയത്. അപ്പോൾ ഇമേജിനറി ഓഫ് ഇസഡ് ബാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കത്തില്ല. സോ 2 ആയിരുന്നു. സോറി. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഓഫ് ആൽഫ -2ൻ്റെ നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 times the real number of z is equal to 3 times imaginary of z bar. ഇതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ റിയൽ പാർട്ടും കിട്ടി, ഇമേജിനറി പാർട്ടും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു റിയൽ പാർട്ട് എത്ര കിട്ടിയത്? 2 ആൽഫ -1. അതുപോലെ തന്നെ എന്താണ് ഈസ് ഈക്വൽ ടു, ഇതാണ് റിയൽ പാർട്ട് കിട്ടിയത്. ബൈ ഡിനോമിനേറ്ററിലൊരു വാല്യൂ ഉണ്ടായിരുന്നു, ആൽഫ സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത്. അത് അങ്ങനെ അത് കട്ട് ചെയ്ത് പോയതാണ്. ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ പ്ലസ് 2 ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഈ ആൽഫ സ്ക്വയർ പ്ലസ് 1 ആൽഫ സ്ക്വയർ പ്ലസ് 1 കൂടി കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? 4 ഇൻറ്റു 2 ആൽഫ -1 ഇസ് ഈക്വൽ ടു 3 ആൽഫ പ്ലസ് 2 എന്ന് കിട്ടും. ഇനി അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 4 ഇൻറ്റു 2 ആൽഫ 8 ആൽഫ എന്ന് കിട്ടും. 4 ഇൻറ്റു -1 -4 എന്ന് കിട്ടും. ഈക്വൽ ടു 3 ആൽഫ പ്ലസ് 6 എന്ന് കിട്ടും. സോ ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 5 ആൽഫ ഈക്വൽ ടു 10, ആൽഫ ഈക്വൽ ടു 2 എന്നും കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2 ആണ് ഫൈനൽ ആൻസർ. Next question. In a GP, the first and the third terms are 4 and 8 respectively. Then the 21st term is, okay,
സോ നമുക്ക് ഒരു ജി പിൻ്റെ A1ൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട് 4 ആണ് തന്നിട്ടുണ്ട് ആൻഡ് തേർഡ് ടേം എന്ന് പറയുന്നത് A3 എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ സോ നമുക്കറിയാം A3ൻ്റെ റിലേഷൻഷിപ്പ് എന്താ ജി പി ആകുമ്പോൾ A1 ഇൻറ്റു ആർ സ്ക്വയർ A3 ആണെങ്കിൽ ആർ സ്ക്വയർ ആണ് ചെയ്യേണ്ടത് A1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓക്കെ എപ്പോഴും A1 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ആ റിലേഷൻഷിപ്പ് എഴുതുവാണ് A3 is equal to A1 R square അപ്പോൾ A1 R square എന്നാണ് വരുന്നത് ഓക്കെ A1ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട് 4 എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ 4R square എന്ന് കിട്ടും അപ്പോൾ 4R squareൻ്റെ വാല്യൂ 8 എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ R squareൻ്റെ വാല്യൂ 8/4 എന്ന് വരില്ലേ ദാറ്റ് ഈസ് R squareൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും ഓക്കെ അപ്പോൾ R squareൻ്റെ വാല്യൂ ഇപ്പോൾ 2 എന്ന് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് 21st ടേം ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് A21 എന്ന് പറയുമ്പോൾ A1 ഇൻറ്റു ആർ 20 ആണ് R⁻20 ആണ് ഓക്കെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു R⁻20 എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും ആർ സ്ക്വയർ കാരണം ഇപ്പോൾ ആർ സ്ക്വയറല്ലേ കണ്ടുപിടിച്ചത് ആർ സ്ക്വയർ ദ ഹോൾ⁻10 എന്ന് എഴുതിയാൽ അതെന്താണ് R⁻20 ആണ് സോ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മുടെ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ 2⁻10 എന്ന് വരും അപ്പോൾ 4 ഇൻറ്റു 2⁻10 ദാറ്റ് ഈസ് 4 ഇൻറ്റു 2⁻10ൻ്റെ വാല്യൂ 1024 4 into 1024 is equal to 4096 okay so option E 4096 is the correct answer next 10th video കൂടെ 10th question കൂടി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം let A1